ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. നമുക്കിന്ന് എളുപ്പത്തിലും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പി കണ്ടു നോക്കിയാലോ. അപ്പം നമുക്കിത് എന്തിൻ്റെ കൂടെ ആണെങ്കിലും അടിപൊളി തന്നെയാണ്. നമുക്ക് പൊറോട്ടയോ ചപ്പാത്തിയോ ഇനിയിപ്പോൾ ചായയുടെ കടിയെല്ലാം നമ്മൾ ചോറിൻ്റെ കൂടെ ആയിരുന്നാലും അടിപൊളിയാണ്. നമുക്ക് നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ സൂപ്പറാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ എളുപ്പത്തിലും അതുപോലെ ഉള്ളി സവാളൊക്കെ നമ്മൾ ഒരുപാട് ടൈം ഇട്ട് വഴറ്റാണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ നോക്കാം. അപ്പൊ നമ്മളിന്ന് കുക്കറിലാണ് ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ അതിനുള്ള കോഴിമുട്ട അതാ ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ 4 കോഴിമുട്ടയുടെ ഒരളവിലേക്കാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ചെറിയ തക്കാളി ആയിരുന്നു. അപ്പൊ 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലുതാണെങ്കിൽ 1 മതി. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ ഉണ്ട്. 2 പച്ചമുളക് ചെറുതായിട്ട് 2-3 കഷ്ണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 സവോള, വലിയ സവോളയാണ് കേട്ടോ. 2 സവോള അതാ കനം കുറച്ചിട്ടാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ അത് അരിഞ്ഞ ഭാഗം അങ്ങനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതൊന്ന് കൈ വെച്ചിട്ടൊന്ന് ഞെരടി എടുക്കണം. അപ്പൊ ഞാൻ കുക്കർ ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ആ സമയം നമുക്ക് 2 ഗ്രാമ്പ് അതുപോലെ തന്നെ 1 ഏലക്ക അതുപോലെ കുഞ്ഞു പീസാണ് കറുവപ്പട്ട എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. കുഞ്ഞു പീസാണ് 3 പീസ് എടുത്തിട്ടുണ്ട്. കറുവപ്പട്ട 2 ഗ്രാമ്പ് അതുപോലെ തന്നെ 1 ഏലക്ക ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ കടുക് പൊട്ടി വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഗരം മസാല ചേർക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് ചേർക്കണം. എന്നാലാണ് നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പൊ അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ പച്ചമുളക് 2 ഉള്ളൂ കേട്ടോ. അത് ഞാൻ ഒരുപാട് പീസാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് ഞെരടിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓരോ അല്ലിയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ആ അരിഞ്ഞ പാടന്നെ അങ്ങനെ ഇട്ട് കൊടുക്കരുത് എണ്ണയിൽ കേട്ടോ. അപ്പൊ ഇതാ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പൊ ആ ഒരു സമയം നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ. അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ സവാളയും ഒന്ന് കുഴഞ്ഞ് കിട്ടിക്കോളും. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് പിച്ചിക്കറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സവാള ഒരുപാട് ടൈം ഇട്ട് വഴറ്റണ്ട കേട്ടോ. ആ ഒരു പച്ച സവാളയുടെ ഒന്ന് നമുക്കൊരു ട്രാൻസ്പെറന്റ് ആയിട്ട് ഒന്ന് വന്നാൽ മതി. അത്രയും മതിയാകൂട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ജസ്റ്റ് അതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുമ്പോൾ നമ്മുടെ സവാള ഒന്ന് ഇങ്ങോട്ട് കുഴഞ്ഞു വരും കേട്ടോ. ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സമയം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഉണ്ടായിരുന്നില്ല, അത് ചേർത്ത് കൊടുക്കാൻ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടില്ല, ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അതും കൂടെ ചേർത്തിട്ട് അതിന്റെ ആ ഒരു പച്ച ചുവ ഒന്ന് മാറുന്ന ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർക്കുകയാണ്. അപ്പൊ തക്കാളി ഒന്ന് വാടി ഒന്ന് വരണം കേട്ടോ. ഒന്ന് വാടി കുഴഞ്ഞു വരണം. ആ ഒരു സമയം വരെ വഴറ്റിയാൽ മതി കേട്ടോ. ഇപ്പൊ തക്കാളിയും ഒന്ന് വാടി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഇത്രയും മതിയാകും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറഞ്ഞ അളവിൽ ഇത്തിരി പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ചിക്കൻ മസാലയാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓപ്ഷണലാണ് കേട്ടോ. അതുപോലെ 1 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൊടികളുടെ പച്ചച്ചവ മാറാൻ വേണ്ടിയിട്ട് ആ എണ്ണയിലിട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ആ പൊടികളെ എണ്ണയിൽ കിടന്നിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് കറിയാണെങ്കിലും ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് ഒരിക്കലും. അപ്പോൾ ഇതാ 1 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഉപ്പും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഇത് ഒന്ന് മൂടി വെച്ചിട്ട് 2 വിസിൽ വരുന്ന വരെ കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ അടിച്ചാൽ മതി. ഒന്ന് വെക്കുക. അപ്പം ഇനി ഇത് വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് തുറക്കാം കേട്ടോ. അപ്പോൾ ഇതാ 2 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പ്രഷർ മൊത്തം ഞാൻ കളഞ്ഞതാണ്. അത് തനിയെ പോവാൻ നിൽക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ 2 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ ഒരു പ്രഷറിൽ ഇരിക്കേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾ ഒറ്റ വിസിലാണ് അടുപ്പിച്ചെങ്കിൽ ആ ഒരു ഒറ്റ വിസിലിനുള്ളതും കൂടെ ആ ഒരു പ്രഷർ അതിൽ ഇരുന്നാൽ മതി കേട്ടോ. ഇപ്പൊ നമ്മുടെ സവോളൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് നല്ലോണം വെന്ത് ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടാവും കേട്ടോ.
ഇനി നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇതും കൂടെ ചേർക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക ഈ ഒരു ഗ്രേവിക്കൊക്കെ കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മാത്രമാണ് ഈ ഒരു അളവിലേക്ക് ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത്രയും മതിയാകും കേട്ടോ. എന്ന് കരുതി നമ്മുടെ ഈ ഒരു കറിക്ക് മധുരമൊന്നും അല്ല ഉണ്ടാവുക, നമ്മുടെ ആ ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം വരും കേട്ടോ. അപ്പൊ ഈ ഒരു പാകത്തിൽ മതി എന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ കോഴിമുട്ട വരിഞ്ഞിട്ട് കൊടുക്കുക. അപ്പൊ ഞാൻ ഒന്നും കൂടെ കുഴഞ്ഞ പരുവത്തിലാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളിത് തുറന്ന ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കോഴിമുട്ട ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറുതായിട്ടൊരു വരവ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കോഴിമുട്ട കഥ ഞാനൊന്ന് വരഞ്ഞിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഉപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. നമ്മുടെ ആ ഒരു കോഴിമുട്ടയിൽ ഉപ്പൊക്കെ കയറി നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ട് കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പം ഇത്തിരി മല്ലിയില ഞാനിതാ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ, ഉണ്ടെങ്കിൽ ടേസ്റ്റിയാണ്. അപ്പം ഇനി അടച്ച് മൂടാണ്ട് ഇതതുപോലെ മുകളിൽ മാത്രം ഒന്ന് മൂടിയിട്ട് ഒരു 3-4 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3-4 മിനിറ്റോളം വെക്കണം ഏറ്റവും ലോ ഫ്ലെയിമിൽ. അപ്പം നമ്മുടെ ആ ഒരു ഗ്രേവി ഒന്നും കൂടെ കുറുകി വന്നിട്ട് അതുപോലെ നമ്മുടെ ആ ഒരു കോഴിമുട്ടയുടെ ഉള്ളിലേക്കൊക്കെ ഈ ഒരു എരിവും അതുപോലെ തന്നെ ആ ഒരു പുളിയും എല്ലാം ചെന്ന് നമ്മുടെ മസാലയൊക്കെ നമ്മുടെ ഈ ഒരു കോഴിമുട്ടയുടെ ഉള്ളിലേക്ക് നന്നായിട്ട് ചെന്നിട്ടുണ്ടാവും. ഈ ഒരു കോഴിമുട്ട എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഒരു 5 മിനിറ്റ് ഇവിടെ ഇരുന്നോട്ടെ, എന്നിട്ട് നമുക്ക് ഇതാ മതി കേട്ടോ. അപ്പം 5 മിനിറ്റ് ഇരിക്കട്ടെ. ഇപ്പം നമ്മുടെ മുട്ടക്കറി കണ്ടില്ലേ, ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മുട്ടക്കറി. നമ്മൾ ഒത്തിരി ടൈം നമ്മൾ സാധാരണ സവാള ഒക്കെ വഴറ്റി എടുക്കുകയാണെങ്കിൽ ഒത്തിരി സമയം നിന്ന് സവാള വഴറ്റി എടുത്തിട്ടാണ് മുട്ടക്കറി ഉണ്ടാക്കുക, എന്നാലാണ് കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് പകരം നമ്മൾ കുക്കറിൽ ജസ്റ്റ് ഒന്ന് സവാള വഴറ്റിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മുട്ടക്കറിയാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ടേസ്റ്റിയാണ്, ഇതിന് അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. എന്തിൻ്റെ കൂടെ നമുക്ക് ബെസ്റ്റ് ആയിട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു പലഹാരമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് മടിയൊക്കെ തോന്നുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ പലഹാരമാണ് കേട്ടോ. പുട്ടുപൊടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, അപ്പൊ ഒന്ന് കാണണം കേട്ടോ. ഇതിന്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് അതും കൂടെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ ഈ ഒരു മുട്ടക്കറി സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പലഹാരം കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, വീഡിയോസ് കണ്ടിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസിന് അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.